മലപ്പുറം കരുവാരക്കുണ്ടിൽ നാടിനെ നടുക്കി അതിക്രൂര കൊലപാതകം. കാണാതായ 14-കാരിയുടെ കൊലപാതകത്തിൽ 16-കാരൻ കസ്റ്റഡിയിലായി. ബലാത്സംഗത്തിന് ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ മൊഴി. പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെയാണ് കരുവാരക്കുണ്ട് സ്വദേശിയായ പെൺകുട്ടിയെ കാണാതായത്. അനിയത്തിയുമൊത്ത് സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി സ്കൂളിൽ എത്തിയില്ല. വൈകിട്ട് വീട്ടിലേക്കും കാണാതായതോടെ അമ്മ അധ്യാപകരോട് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി സ്കൂളിലും എത്തിയില്ലെന്ന വിവരമറിഞ്ഞത്. 6:30യോടെ അമ്മയുടെ ഫോണിലേക്ക് അപരിചിതമായ നമ്പറിൽ നിന്ന് വിളിച്ച് താൻ വീടിനടുത്തുണ്ടെന്നും ഉടൻ എത്തുമെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. പിന്നീട് ആ നമ്പർ സ്വിച്ച് ഓഫ് ആയതിനാൽ കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിനിടയിൽ പെൺകുട്ടിയുടെ സുഹൃത്തായ +1 വിദ്യാർത്ഥിയും സ്കൂളിൽ എത്തിയില്ലെന്ന് മനസ്സിലായി. പെൺകുട്ടി വിളിച്ച നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപം മൊബൈൽ സിഗ്നൽ. 6 മണിക്ക് ഒരു കോൾ വന്നതാണ് ഞാൻ ഇവിടെ എത്താനായിട്ട് വേറെ ആളെ നമ്പറാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ നമ്പർ പിന്നെ ഇതുവരെ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല. പിന്നെ ആ ഒരു സംശയം, പിന്നെ ഈ പയ്യനായിട്ടുള്ള റിലേഷനും കൊണ്ടും അങ്ങനെയാണ് അന്വേഷണം ക്ലിയർ ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സാറന്മാർ അവന് വീട്ടിൽ വന്ന് സ്റ്റേഷൻ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് സമ്മതിച്ചത്. 16-കാരനെതിരെ പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും ചുരുളഴിച്ചത്. തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷന് സമീപത്തായിരുന്നു ബലാത്സംഗവും കൊലപാതകവും. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട്. കൈകൾ പിറകിലേക്ക് കെട്ടിയ നിലയിലായിരുന്നു. പീഡന വിവരം വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞതാണ് കൊലപാതക കാരണമെന്ന് 16-കാരൻ മൊഴി നൽകിയതായും വിവരമുണ്ട്. സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.